ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു റിഷാസ് വൈബ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരിക്കലും ഫ്ലോപ്പ് ആവാത്തൊരു കേക്കാണ്. വെറും 15 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിതാ ഇവിടെ ഈ ഒരു ഗ്ലാസ്സിൽ മൈദ എടുത്തിട്ടുണ്ട്. അതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 ഗ്ലാസ് മൈദയാണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂട്ടിയെടുത്താൽ മതി. ഇനി 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിലുള്ളൊരു ചെറിയ സ്പൂണിൽ ഒരു 3/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നിങ്ങനെ അരിച്ചെടുക്കണം. ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ അരിച്ചെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു പ്രാവശ്യം മാത്രമേ അരിച്ചെടുക്കുന്നുള്ളൂ. എന്നാലും നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു കേക്ക്. അപ്പോൾ നന്നായിട്ട് അരിച്ചെടുക്കുക. അതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആ ഒരു കപ്പിൽ തന്നെ എടുത്താൽ മതി. ഇനി ഞാനിവിടെ പഞ്ചസാര പൊടിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ എടുത്ത ഗ്ലാസ്സിൽ തന്നെ ഒരു 3/4 ഗ്ലാസ് പഞ്ചസാര ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്നിങ്ങനെ പൊടിച്ചെടുക്കണം. ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഓവണോ ബീറ്ററോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ മിക്സി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ പഞ്ചസാരയൊക്കെ അതാ നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ്, നേരത്തെ എടുത്ത ഗ്ലാസ്സിൽ തന്നെ 1/4 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ച് വാനില എസൻസ്, ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിതാ ഇതേപോലെ ഒരു പാത്രത്തിൽ ഒരു ബൗളിലേക്ക് നമ്മൾ നേരത്തെ അതായത് മിക്സിയിൽ അരച്ചെടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരിച്ചെടുത്തിട്ടുള്ള മൈദ, ബേക്കിംഗ് സോഡയൊക്കെ ഉണ്ടല്ലോ, ആ ഒരു മിക്സ് ഇതിലേക്ക് കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ടൊന്നിങ്ങനെ ഈ ഒരു പഞ്ചസാരയും മുട്ടയും മിക്സിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ കുറേശ്ശെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം കൂടി ഒരുമിച്ച് ഇട്ടിട്ട് മിക്സ് ചെയ്യരുത്, കുറേശ്ശെ ഇട്ടിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ മിക്സ് ചെയ്യും തോറും ഇതിങ്ങനെ കട്ടിയായിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടിയും ആഡ് ചെയ്യാനുണ്ട്. അത് പാലാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ പാലില്ലാത്തത് കൊണ്ട് കുറച്ച് വെള്ളം, റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇതൊന്ന് നന്നായിട്ട് കേക്കിൻ്റെ ആ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിലാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പാൽ ഉണ്ടെങ്കിൽ പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആ മിക്സിയുടെ ജാറിൽ ഒഴിച്ച കാരണമാണ് കേട്ടോ ആ ഒരു കളർ വന്നിട്ടുള്ളത്. അപ്പോൾ പാൽ ഒഴിച്ചാൽ ഒന്നും കൂടിയും ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ അറിയാമെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഇളക്കിയിട്ട് ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്ലേറ്റ് പോലെ വരും. അപ്പോൾ അതാണ് ഈ മടക്ക് പോലെ വരുന്നതാണ് കേക്കിൻ്റെ കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് 2 ബൗളിലേക്ക് മാറ്റണം. ഒരു ബൗളിൽ നമുക്ക് വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു ബൗളിൽ ഈ ഒരു വൈറ്റ് വാനില ബാറ്റർ തന്നെ, ഒരു ബൗളിൽ നമുക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ ബേക്ക് ചെയ്താൽ നിങ്ങൾക്ക് വാനില കേക്ക് കിട്ടും. ഇനി മാർബിൾ കേക്ക് ആവാൻ വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി വലിയ പാത്രമാണെങ്കിൽ ഒന്നും കൂടി എളുപ്പമാണ് കേട്ടോ ഇളക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ നമുക്ക് അളവറിയാൻ വേണ്ടിയിട്ട് ഇത്ര ചെറിയ പാത്രം എടുത്തതാണ്. അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് പാത്രത്തിലാണോ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് അതിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഓരോ ബാറ്ററും ഇതിലേക്ക് ഒഴിക്കുക. ആദ്യം വൈറ്റ്, പിന്നെ ഡാർക്ക്, വൈറ്റ്, ഡാർക്ക്, അങ്ങനെ ഓരോന്ന് ഒഴിച്ചിട്ട് മുഴുവനായിട്ട് ഇതേപോലെ ആദ്യം നടുവിൽ നിന്നും ഈ 4 ഭാഗത്തേക്ക് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. അതിനുശേഷം ആ ഒരു സൈഡിൽ നിന്നും സെൻറ്ററിലേക്ക് ഒന്നിങ്ങനെ വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ കത്തി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല അടിപൊളി ഡിസൈനായിട്ട് വന്നിട്ടുണ്ട്. ഒരു പൂവിൻ്റെ ഡിസൈനായിട്ട് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ
ഈ ഒരു കേക്കിൻ്റെ സ്പെഷ്യാലിറ്റി ഇതാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഇത് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ, എങ്കിലാണ് എയർ ബബിൾസൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് മാറുള്ളൂ. അപ്പോൾ ഞാനിതാ ഇതേപോലെ ഒരു ഒരു തവ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ മുകളിൽ ആദ്യം ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് വെക്കുക. അതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വെച്ചാൽ നമ്മുടെ കേക്ക് പെട്ടെന്ന് തന്നെ റെഡി ആവും കേട്ടോ. ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതി, അപ്പോൾ തന്നെ റെഡി ആവും. കണ്ടോ, കത്തിയുടെ മുകളിലൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ നല്ല സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കേക്ക് കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, ആർക്കും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ അമർത്തുക കേട്ടോ. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.